ചിട്ടി 4.0 ആണെന്ന് കരുതിങ്ങനെ നിങ്ങൾക്ക് തെറ്റി. എൻ്റെ പേര് ഈ പേരിലൊക്കെ എന്തിരിക്കുന്നു? അതായത് ഞാൻ പറയാൻ വന്നത്, ഞാൻ നോക്കിക്കടാ ഒന്ന് പോടാ. പോരാടാ. ആ പറ ബേബി, ഞാൻ ഇവിടെ ചുമ്മാ ഇല്ലേ. ഞാൻ നാളെ കാണാമല്ലേ. അവനിപ്പോഴൊന്നും വരത്തില്ലെന്ന് അറിയാലേ. എന്നാ പിന്നെ ഞാനും ഇങ്ങോട്ട്. ആ പറമത്തെ ഞാനൊക്കെ എൻ്റെ ഗ്യാങ്ങിൽ എല്ലാണോ കമ്മിറ്റഡ് ആണ്? അതിനെ എനിക്ക് സംസാരിക്കാറിനോടാത്തോണ്ടാണോ? അതെൻ്റെ പ്രൊഡക്ഷനിലെ കുറ്റമാണോ? അതെൻ്റെ വിധിയാണോ എന്ന് പറഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം അറിയാം, ഇങ്ങനെ പോയാൽ ഞാൻ മൂത്തെറിച്ച് പൊത്തിയുള്ളെന്ന്. പക്ഷെ വിട്ടുകൊടുക്കില്ല. ഞാൻ എനിക്ക് വേണ്ടി ഒരു തിയറി തന്നെ സൃഷ്ടിച്ച് അതെല്ലാ സിംഗിൾസിനും വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. ആദ്യത്തെ സ്റ്റെപ്പ്, കിട്ടാവുന്ന ഏറ്റവും വലിയ പെട്ടിയെടുത്ത് അതിലാവുന്നത്ര ഭക്ഷണവും വെള്ളവും നിറയ്ക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ്, വീട്ടുകാരുടെ ടൂറിനോ മറ്റോ പോകുന്നു പറഞ്ഞ് അവരെ വിഷമിപ്പിക്കാതെ അവരെ സമ്മതത്തോടെ മാത്രം പോവുക. കാരണം അവർ ചെയ്ത ഒരേ ഒരു തെറ്റ്, പ്രൊഡക്ഷൻ. അവസാന സ്റ്റെപ്പ്, ആർക്കും പെട്ടെന്ന് പിടികിട്ടാത്ത ഏതെങ്കിലും ബിൽഡിങ്ങിലെ സൂര്യപ്രകാശം കയറാത്തൊരു ഇരുട്ടമുറിയിൽ കയറി കുറ്റിയിടുക. ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കൊണ്ടുപോയ പെട്ടിയെടുത്തോന്നു. കാരണം അതില്ലെങ്കിൽ നമ്മൾ ചത്തുപോയാൽ അവിടെ നമുക്ക് പെണ്ണ് കിട്ടണമെന്നില്ല. ആ റൂമിൽ നമ്മൾ എത്ര നാൾ പിടിച്ചു നിൽക്കുന്നു അത്രയേറെ നമ്മൾ ആഗ്രഹിച്ച പെണ്ണിനെ കിട്ടിയേക്കാം. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എൻ്റെ ഈ തിയറി സക്സസ് ആവുമെന്ന്. എടുക്ക് ബേബി ഒന്ന്. എങ്ങനെയാണെന്ന് ചെറുക്കനാ ഇപ്പൊ നോക്കേ ഒരു പ്രാന്തനായി.